അപ്പോൾ എന്തായാലും നമ്മുടെ പിക്കപ്പ് എല്ലാം കഴിഞ്ഞു, സീലിട്ടു, നമ്മൾ വെയിറ്റ് നോക്കി എല്ലാം ആയി. ഇനി ഓഫീസിൽ പോയി പേപ്പർ വർക്ക് മേടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് പേപ്പർ വർക്ക് എല്ലാം കിട്ടി. നേരെ ഒരു കുളിയും കുളിച്ച് വീട്ടിൽ പോകല്ലേ. റെഡി? അങ്ങനെ നമ്മൾ ലോഡും എടുത്ത് പുറത്തിറങ്ങുവാണ്. നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ന്യൂ പ്ലിമത്തിലെ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാണിക്കാവേ. ഈ കാണുന്ന വെയർ ഹൗസിൽ നിന്നാണ് നമ്മൾ ലോഡ് എടുത്തത്. ബീൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്ന ലോഡ്. ഇഷ്ടംപോലെ കൃഷിക്കാരുള്ള സ്ഥലമാണെന്ന് തോന്നേ. കിഡിലെന്ന ഒരു കൺട്രി സൈഡാണ് ഈ ന്യൂ പ്ലിമത്തെ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ചെറിയ ചെറിയ ഹൗസുകളും ഹോഴ്സസും ബൈസണൊക്കെ ഉണ്ട്. കൊള്ളാം. ഒരു ചെറിയ വീട് കണ്ടോ, വലിയ വലുപ്പമൊന്നുമില്ലെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റിൽ ആക്കണം. ഇച്ചിരി പൊട്ടത്തരമൊക്കെ പറ്റിയിട്ടുണ്ട്, ലൈക്ക് ഇൻ ദ സെൻസ് ഇച്ചിരി പഴയതായതിൻ്റെ ഒരു ഇത് ഒന്ന് മോഡിഫൈ ചെയ്ത് സെറ്റാക്കാൻ പറ്റിയ അടിപൊളിയായ. എല്ലാവിധ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കറക്റ്റ് അമേരിക്കൻ കൺട്രി സൈഡ്. ഒരു തിരക്കുമില്ല കേട്ടോ. എല്ലാ വീടുകളിലും പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലെ കുറച്ച് ആടും കോഴിയും പശുക്കളും ഒക്കെ ഉണ്ട്. ഇവിടെ ഇടയ്ക്ക് രണ്ടൊന്ന് കുതിരകളും ഉണ്ട്. അല്ലാതെ വേറെ ഒരു തിരക്കുമില്ലാത്ത ഒരു ചെറിയ ടൗണ്. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. എന്തായാലും ലോഡെല്ലാം എടുത്ത് നല്ല പൊടിയൊക്കെ അടിച്ച് ക്ഷീണിച്ചുകൊണ്ട് തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഒറിഗണ് കയറുവാണേ. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും തൊട്ടടുത്ത് കിടക്കുന്ന ലൗസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ ന്യൂ പ്ലിമത്ത് എന്ന് പറയുന്നത് ഐദാഹോയും ഒറിഗണും തമ്മിലുള്ള ഒരു ബോർഡർ സിറ്റിയാണ്. ഈ തേണ്ട ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ലൗസ് ഉണ്ട്. അപ്പം ഒന്ന് കുളിക്കാൻ വരാമെന്ന് ഓർത്ത് നമ്മൾ എന്തായാലും ഒറിഗണിലും കയറുന്നുണ്ട്. അയ്യോ, ഒരു കിട്ടിലും ബ്രോങ്കോ അല്ലേ അത്. ടെമ്പറേച്ചർ എത്ര ഉണ്ട് അർജുൻ? 28 ഡിഗ്രി സെൽഷ്യസ്. മൈ ഗോഡ് മാൻ. എന്നാലും ഒരു കിഡില് നെയ്ബർഹുഡിൽ ഹൗസ് സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ വീടുകൾ, ചെറിയ വീടുകളാണ്. അങ്ങനെ വലിയ സൗകര്യമൊന്നുമില്ല, പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടാ. ഒരു അടിപൊളി കുളിയെല്ലാം കഴിഞ്ഞാൽ ഫ്രഷായി നമ്മൾ വണ്ടി എടുത്ത് നേരെ തിരിച്ചു പോവാം കേട്ടോ, നേരെ ടൊറന്റോ. അപ്പോൾ നമ്മുടെ റിട്ടേൺ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരെ ഒറിഗണിൽ നിന്ന് തിരിച്ച് ഐദാഹോയിൽ കയറി, ഐദാഹോയിൽ നിന്ന് യൂത്ത വഴി വയോമിങ്, പിന്നെ നേരെ നമ്മുടെ യൂഷ്വൽ ട്രാക്ക്.
ഹായ്, ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഐദാഹോ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാളെ ഉച്ചയോടുകൂടി നമ്മൾ ടൊറൻറ്റോയിലെത്തും. ഇപ്പോൾ നമ്മൾ വയോമിങ്ങിലാണുള്ളത് കേട്ടോ. രാവിലെ കുറച്ച് പുഷപ്പൊക്കെ അടിച്ച് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ബ്രേക്ക് എടുക്കുക. ഇവിടുത്തെ നമ്മുടെ ടൊറൻറ്റോ സമയം ഏകദേശം 9:30 ഇനി കാഴ്ചകളുടെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വലിയ കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല. പ്ലെയിൻ ലാൻഡ്സ് ആണ് വയോമിങ്ങിലെ. എന്നാലും നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോകാം. എന്തായാലും നമ്മുടെ ബ്രേക്ക് എല്ലാം തീരാറായപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ ഭായ് എണീറ്റായിരുന്നു കേട്ടോ. പുള്ളി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായ ഒരു കാപ്പിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നിരിപ്പുണ്ട്. അർജുൻ ഭായ് എന്നോണ്ട് വിശേഷം, ഉറക്കെല്ലാം ഓക്കെ ആയിരുന്നോ? രാത്രിയിലത്തെ ഓട്ടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആയിരുന്നു. ടെമ്പറേച്ചർ എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. സ്പ്രിങ് തുടങ്ങുന്ന ആ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ എല്ലാം ഓക്കെ ആയിട്ടോ. ഇപ്പൊ തന്നെ ടെമ്പറേച്ചർ 19 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. അപ്പം അതുകൊണ്ട് പണ്ടായിരുന്നല്ലോ ഈ ബ്ലാക്ക് ഐസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് പേടിക്കാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. റോട്ടിൽ ട്രാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ പേടിക്കാനാ. എന്തായാലും വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ നമ്മുടെ ഈ ഒരു ദിവസം വയോമിങ്ങിലും നെബ്രാസ്കയിലുമായിട്ട് കടന്നു പോവുകയാണ്. ഒരു എന്നാന്ന് പറയുന്നത് ടെമ്പറേച്ചറൊക്കെ 25 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ, എന്നാൽ സ്പ്രിങ് അങ്ങ് തുടങ്ങാത്തത് കൊണ്ടും മരങ്ങളിലൊന്നും അങ്ങ് ഇലകളുമില്ല. പൊതുവെ ആ ഒരു പച്ചപ്പൊന്നും വരാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബ്രൗണിഷ് കളറും അങ്ങനെ മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എന്നാന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ദിവസം ഭയങ്കര ബോറടിച്ചിട്ടുള്ള ഒരു ദിവസം എന്ന് പറയില്ലേ. ഇപ്പോൾ വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വല്ല സ്നോഫോളോ അല്ല എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഐസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംതിങ് എക്സൈറ്റിംഗ് ആയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്ചർ പിന്നെ വന്നേനെ. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യം എന്തായാലും നമ്മളെ ഫ്രെയിം തന്നെ എത്ര ബോറിംഗ് ആണെന്ന് നോക്കിക്ക്. അതേ രീതി ഇതോടെ തന്നെ അങ്ങ് കടന്നു പോവുക. ഇനിയിപ്പം ഏകദേശം 3 മണിയോളം ആകാറായി, നമ്മുടെ ഷിഫ്റ്റ് തീരാറായി. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് അർജുൻ ഭായ് വണ്ടി ഓടിക്കുക, ഒമഹ കടക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഒരു പരിപാടികൾ. നെബ്രാസ്കയിലെ വിജനമായ പ്രദേശത്തെ ഒരു ചെറിയ പെട്രോൾ സ്റ്റേഷൻ, അതായത് കേസീസ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ട്രക്ക് സ്റ്റോപ്പ്, അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ചിങ്ങിൻ്റെ പ്ലാന്. കാറിലവിടെ ഉണ്ടോ സാറേ? എൻ്റെ ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. അതേസമയം കാനഡയിലാണെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ നീന പറഞ്ഞാൽ -6 ആണ്. പക്ഷെ വയ്യ ഈ ആഴ്ചയോടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, പക്ഷെ ഒരാഴ്ച മുമ്പ് വരെ -15 -14 അങ്ങനെയൊക്കെ വന്നതാണ്. പക്ഷെ കാലാവസ്ഥ മാറി മാറി ഇരിക്കുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പ്ലസ് വരുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ സ്പ്രിംഗ് സീസൺ ഓൾറെഡി എത്തി എന്നുള്ളതാണ്. അല്ല, ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ഞാൻ പറയുമായിരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇന്നിപ്പോൾ 28 ഡിഗ്രി സെൽഷ്യസ്, പക്ഷെ നാളെ നമ്മൾ എത്താൻ പോകുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -1 -2. അപ്പം അങ്ങനെ ഒരാഴ്ച തന്നെ ഈ പല ഡിഫറൻസുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇപ്പോൾ വിൻ്ററിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ സമ്മറിൻ്റെ ആണെങ്കിലും ആ ഒരു ഹാർഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യല. കാരണം ഒരു ബ്രേക്ക് എടുത്താണല്ലോ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഏഴരയോട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നെബ്രാസ്കയിലെ ഒമഹായിലേക്ക് എത്തുക കേട്ടോ. ഒമഹ ക്രോസ് ചെയ്താൽ നേരെ അയോവയിലെ ഡെമോയിൻസിലേക്ക് നമ്മൾ കയറുന്നു. ആദ്യമൊക്കെ ഒമഹയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ഇവിടെ എല്ലാം നിറയെ ഈ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതൊരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു കേട്ടോ. കാരണം ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഈ വളവുകളൊക്കെ ഒരു പ്രോപ്പർ അലൈൻമെൻറ്റിലായിരിക്കുമല്ലോ കിടക്കുന്നത്. ചില വളവൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ കർവ് കറക്റ്റ് ആയതുകൊണ്ട്
ഒരു വണ്ടി അങ്ങ് മറിഞ്ഞു പോകണ പോലത്തെ ഫീലുകളൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് നമ്മൾ ആ സമയത്ത് പുത്തൻ ഡ്രൈവർ അല്ലേ, ഒരു 2018 സമയത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഈ ഹൈവേ എല്ലാം അടിപൊളിയായി, പണിയെല്ലാം കഴിഞ്ഞ് നല്ല സൂപ്പറായി, നല്ലൊരു ബ്യൂട്ടിഫുൾ സിറ്റിയായി. അതുകൊണ്ട് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ കാണുന്ന ബിൽഡിങ് എനിക്ക് തോന്നുന്നു വെർണർ എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് കമ്പനിയുടെ ബിൽഡിങ്ങാണ്. നമ്മുടെ അർജുൻ ഭായി ആണ് അതിസാഹസികമായി നമ്മളെ ഒമഹയുടെ രാജവീതികളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഭായി ഓണല്ലേ? അർജുൻ ഭായി തീരെ മിണ്ടുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഫാൻസിനോടൊന്നും. എന്തായാലും വേണ്ട, ആകാശമെല്ലാം നല്ല കിട്ടില്ല ക്ലിയർ ആയിട്ടുള്ള ആകാശമാണ്. നല്ല പൊളി സെറ്റപ്പ്, അടിപൊളി. ഇപ്പം റോഡിലാണേലും ദൈവാനുഗ്രഹിച്ച് വലിയ സാധാരണ കാണാറുള്ള തിരക്കൊന്നുമില്ല. സമ്മർ ആവുന്നതോടുകൂടി ബൈക്കേഴ്സ് എല്ലാം രംഗത്തിറങ്ങി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചറ പറ സ്പോർട്സ് ബൈക്കുകളുടെ ബഹളമാണ്. അതുകൊണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ അർജുൻ ഭായി അവിടെ. പോലീസ് വണ്ടിയുടെ പുറകിലോ? പോലീസ് വണ്ടിയുടെ പുറകിലല്ല ബ്രോ, അതല്ല, ആ പോലീസ് വണ്ടിക്ക് ഒരു തട്ടിയ ക്രാക്ക് ഉണ്ട്. അപ്പൊ ഇപ്പൊ കണ്ട ആ ഒരു ചെറിയൊരു ആക്സിഡന്റ് റിക്കവറി ഒക്കെയാണ് ഇത്രയും നേരം ഡിലേ ആക്കിയത്. വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു, ഒരു ചെറിയ ഡിലേ. ഇങ്ങനെ നെബ്രാസ്കയ്ക്കൂടെ പൊക്കോണ്ടിരുന്നപ്പോഴേ ഞാൻ ഇവിടുത്തെ നെബ്രാസ്ക എന്തൊക്കെയാണ് ഫേമസ് ഫോർ, ഒമഹയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഗൂഗിൾ നോക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും ഒമഹ ഈസ് നോൺ ഫോർ ഇറ്റ്സ് സ്റ്റേക്സ്, നമ്മുടെ ഇറച്ചിയില്ലേ സ്റ്റേക്ക്. അതോടൊപ്പം തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെബ്രാസ്കയിലെ ഒരേ ഒരു ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബീഫാണെന്ന്. അതായത് കാറ്റിൽസിനെ ഗ്രോ ചെയ്യുന്നത് അല്ലെ, ആ ഒരു ഇറച്ചിയുടെ പരിപാടികളുണ്ടല്ലോ. അപ്പം ആ കൗബോയ്സും പരിപാടികളൊക്കെ ആയിട്ടുള്ള കാറ്റിൽ ഗ്രോയിങ് ആണ് ഇവിടുത്തെ ഒരേ ഒരു ഇൻഡസ്ട്രി. അപ്പോൾ വെറുതെ അല്ല, മറ്റ് US-ൻ്റെ മറ്റ് പല സിറ്റികളിലും ഇഷ്ടംപോലെ മലയാളീസും ഇന്ത്യൻസും ഒക്കെ സെറ്റിൽഡായിട്ട് പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ അയോവ നെബ്രാസ്കയിലൊക്കെ സെറ്റിൽഡായിട്ടുള്ള മലയാളികളെ ഞാൻ അങ്ങനെ ഒത്തിരി കേട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ നെബ്രാസ്കക്ക് കൂടുതലും തരിശുഭൂമികളാണല്ലോ. അത് കൂടാണ്ട് ഇവിടെ ഹെൽമെറ്റിന്റെ ആവശ്യമില്ല ബൈക്ക് ഓടിക്കാൻ. അത് ശരിയാണോ? ബൈക്ക് ഓടിക്കാൻ ഹെൽമെറ്റിന്റെ ആവശ്യമില്ലല്ലേ? ഉള്ളതാണോ അവിടെ? അതോ ഇവൻ ഇല്ലീഗലായിട്ട് പോകണാണോ? മെക്കാനിക് ആണല്ലോ. മെയിൻ കോർ ഡൗൺ ടൗണിൽ കൂടെ എന്തായാലും ഇല്ലീഗലായിട്ട് പോകില്ല. അത് ലൗസത്തെ യൂണിഫോം. ലൗസില്ല അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ ബൈക്ക് ഓടിക്കാൻ വേണ്ടിട്ട് ഹെൽമെറ്റ് വേണ്ട. പിന്നെ അർജുൻ വേറെ എന്താ പറയാൻ പറ്റുമായിരുന്നല്ലോ. അല്ല, നെബ്രാസ്കയുടെ ബാക്കി നമ്മൾ ഇതുവരെ പോയ പ്രാന്തപ്രദേശങ്ങളെല്ലാം ഭയങ്കര വരണ്ട് വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. അതെ അതെ അതെ. ഈ ഒമാഹ ഏരിയ മാത്രമാണ് ഒരു ഇച്ചിരി സിറ്റി ആയിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ബാക്കി സ്റ്റേറ്റിന്റെ ഓരോ ഭാഗങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ മെജോറിറ്റി മെയിൻ സിറ്റി, ബാക്കിയൊക്കെ മെജോറിറ്റി ബാരൻ ലാൻഡ്സ് അല്ലേ. അതെ അതെ. അങ്ങനെ വേണ്ട നമ്മള് നെബ്രാസ്കയിൽ നിന്ന് അയോവയിലേക്ക് കയറുവാണ്. നമ്മളിപ്പോ ക്രോസ് ചെയ്തത് ആ രണ്ട് സ്റ്റേറ്റുകളും തമ്മിലുള്ള ലൈനാണ്, സ്റ്റേറ്റ് ലൈൻ. ദ പീപ്പിൾ ഓഫ് അയോവ വെൽക്കംസ് യു. നമ്മളിപ്പോ കണ്ട ആ റിവറില്ലേ, ആ റിവർ മിസൂറി റിവർ എന്നറിയപ്പെടുന്ന റിവറാണ്. എന്തായാലും ഈ ഒരു വളവും കൂടെ കഴിയുന്നതോടുകൂടി വീണ്ടും നമ്മൾ അയോവയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി വീണ്ടും കുറേ കൃഷിയിടങ്ങളും ചെറിയ ചെറിയ ഫാം ഹൗസുകളും ഒക്കെ മാത്രമായിരിക്കും ഇനി നമ്മുടെ വിസിബിലിറ്റിയിലേക്ക് വരുന്നത്.